കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ അവാർഡ് കേരളത്തിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട് 4 ജില്ലകൾ പൂർത്തീകരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ മാസം വീണ്ടും പാലക്കാടും അടുത്ത മാസം ആദ്യവും തൃശ്ശൂർ ജില്ലകളിലുമാണ് അടുത്ത നമ്മുടെ ഇത്തരം അവാർഡ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരള വിഷനെക്കുറിച്ച് ഒരുപക്ഷെ ഒരു കേബിൾ ടി വി അല്ലെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എടുത്ത ഒരു പരിചയം മാത്രമായിരിക്കാം ഒരുപക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും കേരള വിഷനെക്കുറിച്ച് അറിയാൻ സാധിക്കുക. നമ്മുടെ നാട്ടിൽ ഒരു 10-25 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വ്യവസായിയുടെ, ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററുടെ മുഖം എന്നതിനപ്പുറം ഒരുപക്ഷെ കേരള വിഷൻ എന്ന ബ്രാൻഡോ, ആ കേരള വിഷൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോ, കേരള വിഷൻ ഈ നാട്ടിലെ സാധാരണക്കാർക്കായി എടുക്കുന്ന നിലപാടുകളോ ബഹുഭൂരിപക്ഷം ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു സാധാരണക്കാരൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ മുഖ്യധാരയിലൊന്നും പ്രവർത്തിക്കാതെ ഒരുപക്ഷെ നാടിൻ്റെ സാധാരണ മനസ്സോടൊപ്പം നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ബഹുഭൂരിപക്ഷ സമയങ്ങളിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കേരള വിഷൻ എന്താണ് എന്നുള്ളത് ഇനി ഞങ്ങൾക്ക് പറഞ്ഞ് ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേതെങ്കിലും ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതല്ല അതിനകത്ത് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. കേരള വിഷൻ എന്ന കമ്പനി മുന്നോട്ട് വെക്കുന്ന ആശയവും ഈ നാട്ടിലെ സാധാരണക്കാർക്കായി കേരള വിഷൻ എടുക്കുന്ന നിലപാടുകളും അത്രയേറെ സ്വീകരിക്കപ്പെടേണ്ടതും അംഗീകരിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളതുകൊണ്ടാണ്. ആ അംഗീകാരവും സ്വീകാര്യതയും ഈ നാട്ടിലെ ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഉയർച്ചയ്ക്കോ പ്രത്യേക താല്പര്യങ്ങളോ സംരക്ഷിക്കപ്പെടാനല്ല, മറിച്ച് ആ തിരിച്ചറിവാണ് കേരള വിഷനെ പോലെയുള്ള, അല്ലെങ്കിൽ കേരള വിഷനെ ഈ നാട് കുറച്ചുകൂടി ചേർത്ത് പിടിക്കേണ്ടതായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതുകൊണ്ട് പല തലങ്ങളിലും പല ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ സാധാരണ മനസ്സിനോട് ചേർന്ന് നിന്നിട്ടുള്ള ഒന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് ഞങ്ങൾ തന്നെയാണ്. ഈ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമിയിലും, അത് പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമായി ഞങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഞാനടക്കമുള്ള കേരളത്തിൻ്റെ മനസ്സ് മറ്റൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് 2-3 തലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സാധാരണക്കാരിൽ നിന്ന് നമ്മുടെ മനസ്സ് നമ്മൾ തന്നെ അറിയാതെ നമ്മൾ മാറ്റിയെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഒരു പാശ്ചാത്യ സംസ്കാരം നമ്മൾ പോലും അറിയാതെയോ അറിഞ്ഞോ സ്വീകരിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ അടുത്ത തലമുറ അതിവേഗത്തിൽ അതിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പല വേദികളിലും മാതാപിതാക്കൾ തൻ്റെ അടുത്ത തലമുറ കൈവിട്ടു പോവുകയാണെന്നോ എന്നിൽ നിന്നും വേർപെട്ടു പോവുകയാണെന്ന് പറയുന്ന ഒരു വിലാപം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അത് ആ കുട്ടികളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു കൊടുത്തത് നിർഭാഗ്യവശാൽ നമ്മൾ തന്നെയാണ്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായ കച്ചവട മേഖലകളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരനെ, കൃഷിക്കാരനെ, ചെറിയ വ്യവസായിയെ എത്രയോ നാളായി നമ്മൾ കൈവിട്ടിട്ട് നമ്മൾ മറ്റൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനത്തിന് ഒരിക്കലും ഉപകരിക്കപ്പെടാത്ത തരത്തിലുള്ള വ്യവസായികളെ പോലും, ഈ നാടിനൊരിക്കൽ പോലും ഉപകരിക്കാത്ത വ്യവസായികളെ പോലും നമ്മൾ വലിയ രീതിയിലേക്ക് സ്വീകരിക്കുകയും അവരെ വലിയ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് നാളുകളിൽ നമ്മളുടെ മക്കൾ ഈ നാടിന് അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായും
കേരള വിഷൻ എടുത്ത നിലപാടുകളിൽ ഇന്ന് കേരളത്തിലെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി 1997 ആണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട EK നയനാർ മന്ത്രിസഭയാണ് ആദ്യമായിട്ട് ഈ കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ അന്നൊരു തുടക്കം കുറിക്കുമ്പോൾ ഇത്രയേറെ വേഗത്തിൽ അല്ലെങ്കിൽ ഇത്രയേറെ ഒരു മുന്നോട്ട് പോക്ക് ഈ പദ്ധതിക്ക് ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇത്രയേറെ നേട്ടങ്ങൾ കൈവരിക്കുമെന്നോ ഉള്ള കാര്യം അന്ന് അത് രൂപം കൊടുക്കുമ്പോൾ പോലും ഒരുപക്ഷെ ചിന്തിക്കാത്തതിനൊക്കെ ഒരുപാട് അപ്പുറത്തേക്കാണ് നമ്മളുടെ ഈ ഒരു പദ്ധതി കടന്നുപോയിട്ടുള്ളത്. ഇന്ന് ഏതാണ്ട് 46 ലക്ഷത്തോളം അംഗങ്ങളുള്ള ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു സ്ത്രീ കൂട്ടായ്മ, വനിതാ കൂട്ടായ്മയാണ് ഒരുപക്ഷെ ഇന്ന് ഈ കുടുംബശ്രീ യൂണിറ്റുകൾ എന്നുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും ഈ സ്വയം സംരംഭകരായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സംരംഭക ഈ മൈക്രോ യൂണിറ്റുകളെ നമ്മളൊരു ജൂറിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച 10 യൂണിറ്റുകളെ ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കുക. അത് ആ ജില്ലയിൽ നടക്കുന്ന ഇത്തരമൊരു പരിപാടിയിൽ കൂടി അവരെ ആദരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കേരള വിഷൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആശയം. കാരണം കുടുംബശ്രീ യൂണിറ്റുകൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വ്യവസായങ്ങളും ഉറപ്പായിട്ടും ഈ സമൂഹം തിരിച്ചറിയേണ്ടതാണ്. ഞങ്ങളെപ്പോലും ഒരുപക്ഷെ ഈ ഒരു പദ്ധതിക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ എത്ര കണ്ട് സ്വീകാര്യത അല്ലെങ്കിൽ എത്ര കണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇത്തരം യൂണിറ്റുകൾ പോയിട്ടുണ്ടാകും എന്നുള്ളൊരു സംശയവും വലിയ ആശങ്കയിലും ആകുലതയിലും ഒക്കെയാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് രൂപം കൊടുത്ത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ വലിയ വ്യത്യാസമായി അതിനൊക്കെ ഞങ്ങളുടെ ആശങ്കകളെ വലിയ പുറകോട്ട് വലിച്ച് പോകുന്ന രീതിയിലേക്കാണ് ഞങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ആ യൂണിറ്റുകളുടെ മികവ് എന്ന് പറയുന്നത്. മുന്നിലേക്ക് വരുന്ന 100-ൽ പരം അപേക്ഷകളിൽ ഒരു 10 അപേക്ഷകരെ തിരഞ്ഞെടുക്കാൻ, 10 യൂണിറ്റുകളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളുടെ ജൂറിയും അല്ലെങ്കിൽ ഞങ്ങളുടെ ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തുകയും അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒഴിവാക്കാൻ കഴിയാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന രീതിയിലും സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിലും രൂപം കൊടുത്ത ഒരു പദ്ധതി ഇന്ന് രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ വികസനത്തിൽ ഒഴിവാക്കി നിർത്താൻ കഴിയാത്ത അഭിവാജ്യ ഒരു ഘടകമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ആ യൂണിറ്റുകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നാടിൻ്റെ ഒരു പ്രാദേശിക ഭാഗത്തിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് വലിയ പങ്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ആ യൂണിറ്റുകൾ മാറി എന്ന് പറയുന്നത് വലിയ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും 14 ജില്ലകളിൽ നിന്നും ഈ 10 യൂണിറ്റുകളെ വീതം ഞങ്ങൾ തെരഞ്ഞെടുത്ത് ശേഷം ഈ വർഷം അവസാനിക്കുമ്പോൾ ഡിസംബർ മാസത്തിൽ അതിന് എല്ലാ 10 യൂണിറ്റുകളെയും ചേർത്തുകൊണ്ട് 140 യൂണിറ്റുകളിൽ നിന്നും ഒരു മികച്ച 10 യൂണിറ്റിനെ കൂടി തെരഞ്ഞെടുത്തിട്ട് മെഗാ ഈവൻറ്റോടുകൂടി കൊച്ചിയിൽ എറണാകുളത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, ഈ വർഷത്തെ ഈ അവാർഡ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പരിപാടിക്ക് വളരെയേറെ സ്വീകാര്യത സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ തലങ്ങളിൽ നിന്നും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം ഒരു ചെറു വ്യവസായം നടത്തുന്ന ഞങ്ങൾക്ക് തീർച്ചയായും ഈ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഞങ്ങളുടെ പ്രതിബദ്ധതയാണിത്. ഞങ്ങളുടെ കടപ്പാടും കടമയും ഈ നാട്ടിലെ സാധാരണക്കാരോട് മാത്രമാണ്. ഞങ്ങൾക്ക് കേരള വിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റിയുള്ള, കേരളത്തിൽ 1-ാം സ്ഥാനത്തും രാജ്യത്ത് 4-ാം സ്ഥാനത്തും നിൽക്കുന്ന അതിബൃഹത്തായ വളരെ വലിയ ഒരു കമ്പനി തന്നെയാണ്. ആ 1-ാം സ്ഥാനത്ത് ഞങ്ങൾക്ക് എത്തിയത് ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെയും പിന്തുണയില്ലാതെ, വലിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഈ സാധാരണക്കാരെ ചേർത്ത് തന്നെയാണ്. ഞങ്ങൾ ഇന്ന് ഈ നാട്ടിൽ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു ജനകീയ ബദലായത് തീർച്ചയായും ഈ സാധാരണക്കാരൻ്റെ മനസ്സ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ന തിരിച്ചറിവോടെ, കൂടുതൽ വാക്കുകളിലേക്ക് പോകാനുള്ള സമയവും സാഹചര്യവും ഇതല്ല എന്ന തിരിച്ചറിവോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട കൊല്ലം കോർപ്പറേഷൻ്റെ മേയർ കൂടിയായിട്ടുള്ള ശ്രീ ഹണി ബെഞ്ചമിൻ അവരുകളാണ്. എല്ലാവർക്കും ഈ കമ്മിറ്റിക്ക് വേണ്ടി, കേരള വിഷൻ ന്യൂസിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ മേയറെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലത്തെ ഈ അവാർഡ് വിതരണ ചടങ്ങ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി, നമ്മുടെ ജില്ലയുടെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീമതി ചിഞ്ചു റാണി അവരുകളാണ്. മിനിസ്റ്ററെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി കേരള വിഷൻ ന്യൂസിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ M നൗഷാദ് അവരുകളാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
മറ്റൊരു ആശംസാ പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട കുന്നത്തൂർ MLA ശ്രീ കോവു കുഞ്ഞുമോൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കൾ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തകർ, കേരള വിഷൻ്റെ ന്യൂസിൻ്റെയും കേരള വിഷൻ്റെയും ഭാരവാഹികൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലത്തിൻ്റെ ഈ അവാർഡ് വളരെ ബുദ്ധിമുട്ടിലൂടെ 100-പരം അപേക്ഷകളിൽ നിന്നും 10 പേരിലേക്ക് ആ അവാർഡിനെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് അതിനെ തിരഞ്ഞെടുത്ത ഒരു ജൂറി പാനലുണ്ട്. അത് മികച്ച ഒരു ഞങ്ങളുടെ മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള ശ്രീ സുനിൽനാഥ്, അതോടൊപ്പം തന്നെ മുൻ വനിതാ കമ്മീഷൻ അംഗം, നമ്മുടെ തന്നെ ജില്ലയുടെ അംഗം കൂടിയായിട്ടുള്ള ശ്രീമതി ഷാഹിദ കമാൽ, അതുപോലെ തന്നെ ശ്രീമതി ബൃന്ദ, ശ്രീമതി യമുന ദേവത്താൾ, ഏവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള മുഴുവൻ യൂണിറ്റുകളെയും, കുടുംബശ്രീ യൂണിറ്റുകളെയും ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ അവാർഡ് വിതരണ ചടങ്ങ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിട്ടുള്ള മറ്റ് കുടുംബശ്രീ യൂണിറ്റുകൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഇന്ന്